എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. രാഹുൽ ഈശ്വർ ബോച്ചെ ഫാൻസിനോട് തൽക്കാലം മിണ്ടാതിരിക്കുക എന്നൊരു നിർദ്ദേശം ഇപ്പോൾ കൊടുക്കാമല്ലോ ഇല്ലേ? തൽക്കാലം കമന്റുകളൊക്കെ നിർത്തി മിണ്ടാതിരിക്കുക. പക്ഷേ പരാശബല പറയുന്നു, ആൺനോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചത് എന്ന്. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാടും കൂടി, അവരൊരു സ്ത്രീയാണ്, അഭിനേത്രിയാണ്, കലാകാരിയാണ്. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്ന് ഷിബില മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നു. കണ്ണന്തിരികളെ കാണിക്കാതെ അത് ഈ വഷളൻ ബോച്ചയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഇതെല്ലാം പറയുന്നത്? ആ വഷളനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഇതെല്ലാം പറയുന്നത്? ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്, കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. ബോച്ചയുടെ സംസാരത്തിന് മിതത്വമില്ലെന്നും ശരിയല്ലെന്നും പറയുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും വൾഗറാണെന്നുള്ള വിമർശനത്തെ എന്തിനാണ് നമ്മൾ പേടിയോടെ കാണുന്നത്? വേറൊരു പോസ്റ്റ് കൂടെ. കേരളത്തിൽ ആർക്കെങ്കിലും അത് ഒരിക്കലെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ? പലപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളെങ്കിലും ഉണ്ടോ? ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഒരു വലിപ്പേ. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോന്ന് ഒരു സ്ത്രീ തന്നെ ചോദിക്കുകയാണ്. മോശമായ കാര്യം ഹണി റോസിനെ കണ്ടിട്ട് ബോച്ചെ പറഞ്ഞ പോലെ കുന്തി ദേവി എന്ന് ചോദിക്കുവാനുള്ളതൊന്നും ആർക്കുമില്ല അല്ലെ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവനിയ കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം.